ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പാഠം 1 തുടരുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. മദീന ബുക്ക് 3. അൽ മർഫുആത്തു മിനൽ അസ്മായി. ഇസ്മുകളിൽ നിന്നുള്ള മർഫുആത്തുകൾ. എപ്പോഴെല്ലാം ഇസ്മ് മർഫു ആകാം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനൊന്നും കൂടി നല്ല ചിട്ടയോടെ പഠിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇസ്മു മർഫു ആകാം? അൽ മുബ്തദഉ വൽ ഖബറു. മുബ്തദയിലും ഖബറിലും. അല്ലാഹു അക്ബറു. അപ്പോൾ അല്ലാഹു ഇസ്മുൽ ജലാല മുബ്തദഉൻ മർഫൂൻ, അക്ബറു ഖബറുൻ മർഫൂൻ. ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നമ്മൾക്കറിയാം. ആദ്യത്തെ ഇനം ഖബർ പുസ്തകം മദീന ബുക്ക് 1 പഠിച്ച അത് ഖബറുൻ മർഫൂ ആണ്. അപ്പോൾ മുബ്തദയും ഖബറും മർഫൂ ആവും. പിന്നെ എപ്പോഴാണ് ഇസ്മു മർഫൂ ആവുക? ഇസ്മു കാന. ഇസ്മു കാന മർഫൂ ആണ്. കാനൽ ബാബു മഫ്തൂഹൻ. വാതിൽ തുറന്നതായിരുന്നു. അപ്പോൾ കാന അൽ ബാബു. അപ്പോൾ അൽ ബാബു എന്താ? ഇസ്മു കാന. ഇസ്മു കാന നമുക്കറിയാം മർഫൂ ആണ്. ഇനി ഖബറു ഇന്ന. നമുക്കറിയാം ഖബറു ഇന്ന മർഫൂ ആണ്. ഇന്നല്ലാഹ ഗഫൂറുൻ. അപ്പോൾ ഇന്നല്ലാഹ ഇസ്മു ഇന്ന മൻസൂബാണ്. ഇസ്മു ഖബറു ഇന്ന മർഫൂ ആണ്. ഗഫൂറുൻ. ഇനി എപ്പോഴാണ് മർഫൂ ആവുക? അൽ ഫായിലു. നമുക്കറിയാം ഫായിൽ എപ്പോഴും മർഫൂ ആണ്. ഖലഖനല്ലാഹു. അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു ഇസ്മുൽ ജലാല ഫായിലാണ്. ഫായിൽ മർഫൂ ആണ്. പിന്നെ നായിബുൽ ഫായിൽ. ഖുലിഖൽ ഇൻസാനു മിൻ തീൻ. കളിമണ്ണിൽ നിന്നാണ്, മണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം അൽ ഇൻസാനു നായിബു ഫായിലാണ്, അത് മർഫൂ ആണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇസ്മു മർഫൂ ആകുക. ഇനി അൽ മൻസൂബാത്തു മിനൽ അസ്മായി. ഇസ്മിലെ മൻസൂബാത്തുകൾ. എപ്പോഴാണ് നസ്ബാകാം, മൻസൂബാകാം, ഫതഹ് വരാം. മർഫുആത്ത് എന്ന് പറഞ്ഞാൽ ലമ്മത്ത് വരുന്നത്, മൻസൂബാത്ത് എന്ന് പറഞ്ഞാൽ ഫതഹത്ത് വരുന്നത്. അതെവിടെയൊക്കെ വരാം? ഒന്ന് ഇസ്മു ഇന്ന. ഇന്നല്ലാഹ ഗഫൂറുൻ. ഇവിടെ അല്ലാഹ ഇസ്മുൽ ജലാല, ഇസ്മു ഇന്ന മൻസൂബ് ഫതഹായി. പിന്നെ ഖബറു കാന. കാനത്ത് തആമു ലദീദൻ. ഭക്ഷണം നല്ലതായിരുന്നു, നല്ല രുചിയുള്ളതായിരുന്നു. അപ്പോൾ ഖബറു കാന ലസീസൻ എന്താണ്? മൻസൂബാണ്. പിന്നെ അൽ മഫൂലും ബിഹി. നമുക്കറിയാം മഫൂലും ബിഹി മൻസൂബാണ്. ഫഹിംതു ദർസ. ഞാൻ മനസ്സിലാക്കി പാഠം. എന്ത് മനസ്സിലാക്കി? പാഠം. അപ്പോൾ പാഠം എന്താ? മഫൂലും ബിഹി മൻസൂബ് ഫതഹത്തായിരിക്കും, അദ്ദർസ. പിന്നെ അൽ മഫൂലും ഫീഹി. അൽ മഫൂലും ഫീഹി എന്ന് പറഞ്ഞാൽ ലർഫു സമാനോ ലർഫു മക്കാനോ വരും. ഇവിടെ ഉദാഹരണം നോക്കാം. സാഫറ അബി. എൻ്റെ ഉപ്പ യാത്ര ചെയ്തു. ലൈലൻ. രാത്രിയിൽ. അപ്പോൾ ലൈലൻ എന്താ? ലർഫു സമാനാണ്, സമയത്തെ സൂചിപ്പിക്കുന്ന ലർഫാണ്. അപ്പോൾ ലൈലനാണ് ഇവിടെ മഫൂലും ഫീഹി. അതിൻ്റെ തൊട്ടിപ്പുറം നോക്കൂ. ജലസൽ മുദരിസു. അധ്യാപകനിരുന്നു. ഇന്ദൽ മുദീരി. മുദീറിൻ്റെ അടുത്ത്. അപ്പോൾ ഇന്തെന്താ? ലർഫു മക്കാനാണ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലർഫാണ്. അപ്പോൾ ഇന്ത എന്താ? മഫൂലും ഫീഹി. ഇതെല്ലാം ഫതഹത്താണ്. ഇന്ദ, ലൈല, ലൈലൻ ഒക്കെ എന്താണ്? മൻസൂബാണ്. ഇസ്മു മൻസൂബാകുന്ന ഉദാഹരണങ്ങളാണ്. പിന്നെ എപ്പോഴാ? അൽ മഫൂലു ലി അജലിഹി. ഇത് നിമിത്താണ്, കാരണം പറയുന്ന മഫൂല്. മഫൂലുൻ ലി അജലിഹി. ഉദാഹരണം നോക്കാം. മാ ഖറജ്തു. ഞാൻ പുറപ്പെട്ടിട്ടില്ല. മിനൽ ബൈത്തി. വീട്ടിൽ നിന്ന്. ഖൗഫൻ. ഭയം കാരണം. മിനൽ ഹർരി. ചൂടിൽ നിന്ന്. ചൂടിൻ്റെ ഭയം കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടില്ല. ഇപ്പോൾ ഒരു നിമിത്താണ്. എന്താ നിമിത്തം? ആ ഭയം. ഖൗഫൻ, ഭയം. അപ്പോൾ ഖൗഫൻ എന്താവും? മൻസൂബാവും, ഫതഹത്ത് വരും. ഖൗഫൻ. അതിനാണ് അൽ മഫ്ഊലുൻ ലി അജ്ലിഹി എന്ന് പറയുന്നത്, കാരണം പറയുന്ന മഫ്ഊല്. ഇവിടെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ?
പുറപ്പെടാൻ ഭയം കാരണം. അപ്പം ഭയം എന്താവും? ഫതഹത്താവും, മൻസൂബാവും. ഇനിയാൽ മഫ്ഊലുൻ മഅഹു, കൂടെ. മഅ എന്ന് പറഞ്ഞാൽ കൂടെ. അപ്പോൾ ഇവിടെ എന്താ ഉദാഹരണം കൊടുത്ത്? സിർത്തു വൽജബല. സിർത്തു എന്ന് പറഞ്ഞാൽ നാം നടന്നു, വൽജബല മലയുടെ അരികിൽ, മലയുടെ അടുത്ത്, മലയുടെ അരികിൽ. അപ്പോൾ ഇവിടെ വാവുൽ മഅ ആണ്. ഇത് മഫൂലുൻ മഅഹു. ഈ വാവിന് ശേഷം ഇസ്മ വന്നാൽ അതാണ് മഫൂലുൻ മഅ. അപ്പോൾ അതെന്താവും? മൻസൂബാവും, അൽ ജബല. അപ്പോൾ ബുദ്ധി ഇല്ലാത്തതായതുകൊണ്ടാണ് ഇവിടെ അരികെ, അടുത്ത് എന്നൊക്കെ പറയുന്നത്. ബുദ്ധി ഉള്ളതാണെങ്കിലോ കൂടെ, കൂടെ എന്നാ വരാം. അർത്ഥം വരെ കൂടെ. വൽ ജബല, ഇവിടെ മലയുടെ അരികിൽ. അത് ബുദ്ധി ഉള്ളതാണെങ്കിലോ കൂടെ ഇന്നയാൾ എന്ന് പറഞ്ഞിട്ട് വരും. ബാറക്കല്ലാഹു ഫീക്കും. ഇതിനാണ് മഫൂലു മഅഹു. ഇനി അടുത്തത് നോക്കൂ, അൽ മഫ്ഊൽ മുത്തലഖ്. അൽ മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ ആ ക്രിയയുടെ മസ്ദർ ഊന്നി പറയാൻ വേണ്ടിയിട്ട് വാക്യത്തിൽ വരും. ഊന്നി പറയാൻ അൽ മഫ്ഊൽ മുത്തലഖ്. ഒരു ഉദാഹരണം നോക്കൂ, യഖ്റഉ ഹാമിദുൻ, ഹാമിദ് വായിച്ചു, ഖിറാഅത്തൻ ഒരു വായന. ഉണ്ടോ? ഹാമിദ് വായിച്ചു, ഒരു വായന, ഖിറാഅത്തൻ. അപ്പോൾ അത് മൻസൂബാവും, ഫതഹത്താവും. ഇതാണ് മഫ്ഊൽ മുത്തലഖ്, ഊന്നി പറയാണ്. ജയ്യിദത്തൻ നല്ലവണ്ണം. ഇതാണ് മഫ്ഊലുൻ മുത്തലഖ്. ഖിറാഅത്ത് എന്താ? ഖറഅൻ്റെ മസ്ദറാണ് ഖിറാഅത്ത്, വായന. വായന, ഖറഅ അവൻ വായിച്ചു, അതിൻ്റെ മസ്ദറാണ് ഖിറാഅത്ത്, വായന. അപ്പോൾ ആ ക്രിയനെ ഊന്നി പറയാൻ വേണ്ടിയിട്ട് മസ്ദർ ഉപയോഗിക്കുന്നതാണ് മഫ്ഊലുൻ മുത്തലഖ്. ഇനി അൽ ഹാൽ. ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ. ഓക്കെ, ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ. ഉദാഹരണം നോക്കൂ, ജദ്ദി എൻ്റെ ഉപ്പാപ്പ, യുസല്ലി നിസ്കരിക്കുന്നു, ഖായിദൻ ഇരുന്നു കൊണ്ട്. അപ്പോൾ ഏതവസ്ഥയിലാണ് ഉപ്പാപ്പ നിസ്കരിക്കുന്നത്? ഇരുന്നു കൊണ്ട്. അപ്പോൾ ഖായിദൻ എന്താവും? മൻസൂബാവും. അപ്പോൾ ഹാൽ എന്താണ്? മൻസൂബാണ്, ഫതഹത്താണ്. പിന്നെന്താണ്? തമീസ്. തമീസ് നമുക്കറിയാം വ്യക്തമാക്കുന്നതാണ്. പിന്നെ വ്യക്തതയില്ലാത്തതിനെ വ്യക്തമാക്കുന്നതാണ് തമീസ്. ഉദാഹരണം നോക്കൂ, അന അക്ബറു മിൻക, ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളവനാണ്. ഏത് വിഷയത്തിൽ? അത് വ്യക്താക്കാൻ പോകണം. ഏത് വിഷയത്തിൽ നിന്നേക്കാൾ വലിയവനാണെന്ന്? സിന്നൻ പ്രായം കൊണ്ട്. അപ്പം സിന്നൻ എന്താവും? മൻസൂബാവും, അതിന് ഫതഹത്ത് വരും. അപ്പോൾ ഇത് വ്യക്താക്കുന്നതിനാണ് തമീസ് എന്ന് പറയാം. ഇനി അത് മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ ഒഴികെ എന്ന് പറയാനാണ്. ഒഴികെ എന്ന് വരുമ്പോഴാണ് മുസന്ന വരാം. മുസ്തസ്ന. മുസ്തസ്ന ഒഴികെ. ഇംഗ്ലീഷിൽ എക്സെപ്റ്റ് എന്ന് പറയൂലേ, അതൊഴികെ, അവനൊഴികെ എന്ന് പറയൂല, അതാണ് അൽ മുസ്തസ്ന. അപ്പം അതിന് ഇല്ല എന്നുള്ള വേർഡ് വന്നിട്ടാണ്, ഇല്ല എന്നുള്ള കലിമ വന്നിട്ടാണ് മുസ്തസ്ന വരാം. അപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കൂ, ഹദറത്തുല്ലാബു കുല്ലുഹും, എല്ലാ വിദ്യാർത്ഥികളും വന്നു, ഇല്ലാ ഹാമിദൻ, ഹാമിദ് ഒഴികെ. അപ്പം എല്ലാവരും വന്നു വിദ്യാർത്ഥികൾ. ആരാ വരാൻ? ഹാമിദ്. അപ്പോൾ ഇല്ല എന്ന് പറയണം. അപ്പം ഇല്ലാ ഹാമിദൻ, ഹാമിദ് ഒഴികെ. ഇതാണ് മുസ്തസ്ന. അപ്പോൾ ഹാമിദിൻ്റെ അലാമത്ത് എന്തായിരിക്കും? നസ്ബായിരിക്കും. ഹാമിദ് ഫതഹത്തായിരിക്കും, മൻസൂബ്. ഇല്ലയ്ക്ക് ശേഷം മൻസൂബായിരിക്കും. പിന്നെ അൽ മുനാദ, വിളി. നമ്മൾ പഠിച്ചതാണ് വിളി. അതായത് മുലാഫിലെ എന്നുള്ള ഇസ്മായ വിളി വരുമ്പം മുലാഫ് എന്തായിരിക്കും? ഫതഹത്തായിരിക്കും. അപ്പോൾ യാ അബ്ദല്ലാഹി, അപ്പോൾ മുനാദ അബ്ദ മൻസൂബായിരിക്കും. യാ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അബ്ദുല്ലാഹി, അള്ളാഹിൻ്റെ അടിമ. ഇനി അള്ളാഹിൻ്റെ അടിമയെന്ന് വിളിക്കണമെങ്കിലോ യാ അബ്ദല്ലാഹി, ഫതഹത്താവും. യാ ഇല്ലെങ്കിലോ അബ്ദുല്ലാഹി, മർഫൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇസ്മുകളിലെ മൻസൂബാത്തുകൾ, നസ്ബ് ചെയ്യുന്ന ഉദാഹരണങ്ങൾ. ഇനി മജ്റൂറാത്ത് നോക്കാം. കസ്റ എന്നത് എപ്പോഴാണ്? അൽ മുലാഫു ഇലൈഹി, മുലാഫിലയാവുമ്പോൾ. നമുക്കറിയാം, ബുക്ക് കൊണ്ട് പഠിച്ചതാണ്. അൽ ഖുർആനു, ഖുർആൻ, കിതാബുല്ലാഹി, അള്ളാഹിൻ്റെ കിതാബാണ്. അപ്പോൾ കിതാബു മുലാഫ്, അള്ളാഹി ഇസ്മുൽ ജലാല മുലാഫിലെ
മജ്റൂർ. അപ്പോൾ ഇത് മജ്റൂറിൻ്റെ ഒരു ഉദാഹരണം. ഇനി വേറെ നോക്കൂ. അൽ മസ്ബൂക്ക് ബി ഹർഫു ജർ. ഹർഫു ജർ മുന്നിട്ട് വരാം. അപ്പോൾ ഹർഫു ജർ വന്ന് എന്താവും? ഇസ്മ മജ്റൂർ. അപ്പോൾ തുല്ലാബു വിദ്യാർത്ഥികൾ, ഫിൽ ഫസ്ലി ക്ലാസ് റൂമിലാണ്. അപ്പോൾ ഫി ഹർഫു ജർ, അൽ ഫസ്ലി ഇസ്മ മജ്റൂർ. ഇതാണ് രണ്ട് ജറാകുന്ന ഉദാഹരണങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും.